നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാനിന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് കൂടി ഇടുന്നുണ്ട്. രണ്ടും രാവിലെ തന്നെയായി. ഓക്കെ, ഇന്ന് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനും, ഓക്കെ, ആദ്യം ഇപ്പോഴത്തെ കറണ്ട് ഫീലിങ്സ് നോക്കും നിങ്ങളുടെ പേഴ്സൻ്റെ, ആൻഡ് ഫ്യൂച്ചറിലേക്ക് എന്ത് നടക്കാനാണ് സാധ്യത എന്നാണ് നോക്കുന്നത്. ഓക്കെ, സാധ്യതയാണിത്. ഓക്കെ, മനസ്സിലാക്കുക. കാരണം ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻ ആയിരിക്കും. ചെറിയ ചെറിയ കാര്യങ്ങൾ എനർജി ഫ്യൂച്ചർ എപ്പോഴും മാറിക്കൊണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇപ്പോഴത്തെ കറണ്ട് എനർജി വെച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് എന്ത് പ്രതീക്ഷിക്കാം എന്ന തരത്തിലൊന്ന് എടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ഫ്യൂച്ചറിലേക്ക് എന്താണ് പോസിബിലിറ്റി എന്ന് നോക്കാം. നമുക്ക് ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ലിമിറ്റ് വെക്കാം, ടൈം ലിമിറ്റ് വെക്കാം. ഓക്കെ, ഒരുപാട് ദൂരേക്കുള്ള ഫ്യൂച്ചർ വേണ്ട. അതിപ്പോൾ എന്താ മാസം മാർച്ച്, ഓക്കെ, നമുക്ക് ഏപ്രിലേക്ക് എന്ന് വെക്കാം. ഓക്കെ, സോ ഏപ്രിൽ മന്തിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം എന്ന് നോക്കാം. ഫ്യൂച്ചർ എടുക്കുമ്പോൾ ഞാനതിന് ഈ ഡെക്ക് യൂസ് ചെയ്യും. ആൻഡ് ആദ്യം ഇപ്പോഴത്തെ കറണ്ട് ഫീലിങ്സ് ആൻഡ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ഇതിൽ നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങളും നിങ്ങളുടെ ഒരു പേഴ്സണും ലൈക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി ആരായാലും ശരി, അവരെക്കുറിച്ച് ചിന്തിച്ച് റീഡിങ് കാണാം. ഓക്കെ, നമുക്ക് നോക്കാം ഇപ്പോഴത്തെ അവരുടെ ഫീലിങ്സ് ആൻഡ് നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് ഗൈഡൻസ്. ലെറ്റ്സ് സീ. ഫീലിങ്സ്, കോൺഫ്ലിക്റ്റ്. ഓ, വഴക്കായോ? എന്ത് പറ്റി? ഓക്കെ, വഴക്ക് വന്ന പോലെ കാണുന്നുണ്ടല്ലോ. ലവേഴ്സ് കാർഡാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്, കാണിക്കാൻ പാടില്ല. ഞാൻ അതിനൊന്ന് മറച്ചു വയ്ക്കാം. ഓക്കെ, എനിക്ക് എഡിറ്റിംഗ് ചെയ്യാൻ വയ്യ, അതുകൊണ്ടാണ്. ഓക്കെ, സോ ഫൈവ് ഓഫ് സോർഡ്സ്, കിങ് ഓഫ് സോർഡ്സ് ആൻഡ് ദ ലവേഴ്സ്. നിങ്ങൾ തമ്മിലൊരു വഴക്ക് നടന്നതിൻ്റെ സകല ലക്ഷണങ്ങളും എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, രണ്ടുപേരും തമ്മിലൊരു സെപ്പറേഷൻ വന്നോ? ഓക്കെ, ഇന്നലെ വരെ എനർജി നല്ലതായിരുന്നല്ലോ. ഇന്നിപ്പോൾ എന്താ, ഒന്നും ഫുൾ മൂണും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഓക്കെ, ബട്ട് എനർജി പൊതുവേ ഒരു അപ്പ് ആൻഡ് ഡൗൺ ആണ്. ഓക്കെ, എനിവേ, നിങ്ങൾ തമ്മിൽ ആക്ച്വലി ഒരു വളരെ ലൈക്ക് ഡീപ്പ് കണക്ഷൻ തന്നെയാണ്. ഓക്കെ, ഫീലിങ്സ് നല്ല സ്ട്രോങ് തന്നെയാണ്. ഓക്കെ, ഫീലിങ്സ് വൈസ് ഉണ്ട്. പക്ഷെ ഇവിടെ മേ ബി നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു വഴക്കോ പ്രശ്നമായിട്ട് നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ വന്ന് കാണാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സണും ലൈക്ക് എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ആയി കാണാം. ആൻഡ് ഇവിടെ എനിക്ക് ലൈക്ക് ഒരു സെപ്പറേഷൻ എന്ന രീതിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ വാക്ക് തർക്കം ഉണ്ടായിട്ടുണ്ട്, കോമ്പറ്റീഷൻ ഉണ്ടായിട്ടുണ്ട്, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട്, മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ട്. ഓക്കെ, ട്രസ്റ്റ് പോയി എന്ന് പറയാം. ഓക്കെ, ട്രസ്റ്റ് ഇല്ലാത്ത രീതിയിൽ എന്തോ നടന്നിട്ടുണ്ട്. മേ ബി വല്ല തേർഡ് പാർട്ടി ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ മീൻസ് തേർഡ് പാർട്ടി ഇവിടെ ആരും ആവാം. ഓക്കെ, മേ ബി അവരുടെ ഫാമിലി ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ജോലി എന്നുള്ള രീതിയിലും എടുക്കാം നമുക്ക്. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായ ആ പേരിൽ നിങ്ങൾ തമ്മിലൊരു വഴക്കും നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷനുമാണ് എനിക്ക് കാണുന്നത്. ഇങ്ങനെ ഒരു ഓക്കെ, നിങ്ങൾ തമ്മിൽ വളരെ ഒരാൾ അങ്ങോട്ട് മീൻസ് ഐ തിങ്ക് പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹേർട്ട് ചെയ്യുന്ന തരത്തിൽ സംസാരിച്ച് കാണാം. ഓക്കെ, ജസ്റ്റ് കറണ്ട് ഫീലിങ്സ്, ഇത് സിറ്റുവേഷൻ കണ്ടു. ഓക്കെ, ഫീലിങ്സ് എന്താണ് നോക്കട്ടെ. ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓ, ഈഗോ ക്ലാഷ് വന്നു. ഈഗോ ക്ലാഷ്, ഓ മൈ ഗോഡ്, സെപ്പറേഷൻ, ഈഗോ ക്ലാഷ്. എന്ത് പറ്റി? എന്തോ വലിയ ഇഷ്യൂ ഉണ്ടായ പോലെയാണല്ലോ. എനിക്ക് രണ്ടുപേരും തമ്മിൽ ഇപ്പോൾ ഒരു സെപ്പറേഷൻ കാണുന്നുണ്ട്, വിട്ടുപോയ പോലെ കാണുന്നുണ്ട്, കൺഫ്യൂഷൻ കാണുന്നുണ്ട്, രണ്ട് സിറ്റുവേഷൻ്റെ ജഗ്ലിംഗ് കാണുന്നുണ്ട്. അതിപ്പോൾ ഒരു ജോലിയോ കരിയറോ ആവാം, ഫാമിലി ആവാം. ഓക്കെ, തേർഡ് പാർട്ടിയിലുള്ളവർക്ക്, അല്ലാത്തവർക്ക് മേ ബി നിങ്ങൾ തമ്മിൽ എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു, ഈഗോ ക്ലാഷ് വന്നു. പേഴ്സൺ ഈഗോ ഉള്ള വ്യക്തിയായിരിക്കാം, നിങ്ങളും ഐ തിങ്ക് അത് പക്ഷെ വിട്ടുകൊടുത്തിട്ടില്ല. രണ്ടുപേരും തമ്മിൽ ഐ തിങ്ക് ഒരു ഇത് വന്നിട്ടുണ്ട്. ഇവിടെ സെപ്പറേഷനാണ് എനിക്ക് കാണുന്നത്. ഇപ്പം രണ്ടുപേരും തനിച്ച് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. രണ്ടാളും അവനവൻ്റെ കാര്യം നോക്കി മാറി നിൽക്കുന്ന പോലെയാണ് കാണുന്നത്. വോക്കവേ കാണുന്നുണ്ട്, എനിക്ക് 8 ഓഫ് കപ്സ് കാണുന്നുണ്ട്. സോ സിറ്റുവേഷൻ യെസ്, ഇപ്പോൾ തീരെയും രണ്ടുപേരും ഒരു പക്ഷെ മനസ്സിൽ ഫീലിങ്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, ലവേഴ്സ് കാർഡ് ഇവിടെ ഉണ്ട് നമുക്ക്. അപ്പോൾ ശരിക്കും ഫീലിങ്സ് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല, നല്ലോണം ഫീലിങ്സ് ഒക്കെ ഉണ്ട്, സ്നേഹമുണ്ട്. പക്ഷെ ഇപ്പോൾ ഐ തിങ്ക് ആ സിറ്റുവേഷൻ നിങ്ങൾ തമ്മിൽ വളരെ മോശമായിട്ടുണ്ട്. feelings. I am sorry. വഴക്കും പ്രശ്നവും മാത്രമേ ഇന്ന് കാണുന്നുള്ളൂ എനിക്ക്.
മൂവ് ഓൺ ചെയ്ത് പോകുന്നതായിട്ട് ഇതെന്ത് പറ്റി ഇന്ന് പെട്ടെന്ന് എല്ലാവരും ഇത്ര എനർജി മാറാൻ. ഓക്കെ, എനിവേ സ്നേഹം ഉണ്ടായിരുന്നു, ശരി തന്നെയാണ്. നിങ്ങൾ തമ്മിൽ ഫീലിങ്സ് ഉണ്ട് എപ്പോഴും. ഡീപ്പ് നോക്കിക്കഴിഞ്ഞാൽ യെസ് ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, പേഴ്സൻ്റെ മനസ്സിൽ ഫീലിങ്സ് എപ്പോഴും ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു ന്യായത്തിന് വേണ്ടിയുള്ള ഫൈറ്റാണ് എനിക്ക് കാണുന്നത്. നിങ്ങളാണോ ഫൈറ്റ് ചെയ്ത് അവരാണോ ഫൈറ്റ് ചെയ്തതെന്ന് അറിയില്ല. ബട്ട് എന്തായാലും ഇതിപ്പോൾ കുളമായ ഇലക്ഷനാണ്. ഓക്കെ, ഇവിടെ എനിക്ക് ഹാർട്ട് ബ്രേക്ക് കാണുന്നുണ്ട്. നിങ്ങൾ പറയുന്നുണ്ടാവും നിങ്ങൾക്ക് ന്യായമാണെന്ന്, അവർ പറയുന്നുണ്ട് നിങ്ങൾ അവരെ ഹേർട്ട് ചെയ്തു. ഐ തിങ്ക് പരസ്പരം ബ്ലെയിമിങ് ഗെയിം നടക്കുകയാണ് ഇവിടെ. ഓക്കെ, ഫീലിങ്സ് ഉണ്ട്, പക്ഷേ സോറി റൊമാൻറ്റിക് ഫീലിങ്സ് അല്ല എന്ന് കാണുന്നത്. ഞാൻ അതാണ് ഒന്ന് കൺഫ്യൂസ് ആയത്. എനിക്ക് ഡീപ്പ് ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ജസ്റ്റ് ഒന്ന് ഒരു ക്വസ്റ്റ്യൻ കൂടി എനിക്കൊരു കൺഫർമേഷന്. ടു ഓഫ് കപ്സ് ഇവിടെ ഉണ്ട്, പക്ഷെ കാര്യമില്ല. ഓക്കെ, സോറി. ഇപ്പം എനിക്ക് കാണുന്ന ഫുൾ വഴക്കും പ്രശ്നങ്ങളും മാത്രമാണ്, ഞാൻ കൂടുതൽ നോക്കുന്നില്ല. ഓക്കെ, ഇപ്പം ഐ തിങ്ക് നിങ്ങളിന്ന് വളരെയധികം രണ്ടുപേരും തമ്മിൽ ഇത് എല്ലാവർക്കും മാച്ച് ആവുമെന്നും അറിയില്ല. അഗെയിൻ മേ ബി ഞാൻ ഐ തിങ്ക് വളരെ കുറച്ച് പേർക്ക് മേ ബി ആവശ്യമുള്ളവർക്ക് ഇത്രയും പ്രോബ്ലംസ് നടക്കുന്നവർക്ക് ഒരു ഗൈഡൻസ് ആയിട്ടായിരിക്കാം എന്ന റീഡിങ് വരുന്നത്. ഐ എം സോറി, ചിലപ്പോൾ എല്ലാവർക്കും റെസനേറ്റ് ആയില്ലെങ്കിൽ വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, ഇത് വല്ലാത്തൊരു ലൈക്ക് വഴക്കും പ്രശ്നങ്ങളും ബട്ട് ഉണ്ട് കേട്ടോ. ഡീപ്പ് ഫീലിങ്സ് ഉണ്ട്, ഇല്ല എന്നല്ല. ഓക്കെ, ബട്ട് ഇപ്പോൾ എല്ലാം കൂടി ഓവറോൾ ഐ തിങ്ക് ഒന്ന് പ്രശ്നങ്ങളുടെ നടുക്കാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ ഇത് ഫ്യൂച്ചറിലേക്ക് എന്താവും നോക്കാം. എന്തായാലും നമ്മൾ ഫ്യൂച്ചർ നോക്കാനല്ലേ എന്നെടുത്ത്. ഏപ്രിലിൽ എന്താണ്? നൈറ്റ് ഓഫ് വോൺസ് ഉണ്ട്, വെരി ഗുഡ്. ആൻഡ് ഏസ് ഓഫ് സോൾസ്. ഓക്കെ, നേരത്തെ ലാസ്റ്റ് വന്ന കാർഡാണ്. ഓക്കെ, ഗുഡ്. ഇവിടെ ഹൈ പ്രീസ്റ്റസ്, ദാറ്റ്സ് ഫൈൻ. വാവ്, ബ്യൂട്ടിഫുൾ. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ നമുക്ക് ഏപ്രിലേക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ ഞാൻ പറയാം, ഇവിടെ എനിക്ക് എന്താ കാണുന്നതെന്ന് വെച്ചാൽ മേ ബി തേർഡ് പാർട്ടിയുടെ കാരണമായിരിക്കാം നിങ്ങൾ തമ്മിൽ വഴക്കോ പ്രശ്നങ്ങളോ വന്നത്. ഓക്കെ, നിങ്ങളെ വിട്ടുപോയ ആള് ഓക്കെ അതേ ഫീലിങ്സ് അവർ മനസ്സിലാക്കും. ഓക്കെ, അതായത് അവരും അനുഭവിക്കും ഉറപ്പായിട്ടും. ഓക്കെ, ഇവിടെ ഇപ്പം നിങ്ങളെ നമ്മൾ പുറത്താക്കി വിട്ടിരുന്നു മുമ്പ് എന്നാണ് പറയുക. 5 പെന്റിക്കിൾസിൽ നമ്മൾ 2 ആളെയാണ് പറയാറ്. ഓക്കെ, ഇതിൽ ഒരാളും കൂടി വന്നിട്ടുണ്ട്. സോ നിങ്ങളുടെ പേഴ്സണും നിങ്ങൾ എന്താണോ അനുഭവിച്ചത് അത് നിങ്ങളുടെ പേഴ്സണും മനസ്സിലാക്കും. ഓക്കെ, അതേപോലെ അവർക്കും ആ ഒരു ഫീലിംഗ് കിട്ടും, അവർക്കും ആ ചീറ്റിംഗ് അവർക്ക് കിട്ടും. ഓക്കെ, അവരും ലൈക്ക് അതിപ്പോൾ ആർക്ക് ഓക്കെ നിങ്ങളെ ചൂസ് ചെയ്യാതെ ഇപ്പോൾ സപ്പോസ് നമ്മൾ 2 ഓഫ് പെന്റിക്കിൾസ് എവിടെ ഉണ്ടായിരുന്നു, സോറി ആണോ എവിടെ 2 ഓഫ് പെന്റിക്കിൾസ് കണ്ടപ്പോൾ തോന്നി. ഓക്കെ, 2 ഓഫ് പെന്റിക്കിൾസ് നമ്മൾ പറഞ്ഞില്ലേ അവർ ചോയ്സിൻ്റെ കാര്യമാണ്. ഓക്കെ, അപ്പോൾ അവർ തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടുന്ന് തീർച്ചയായിട്ടും ചില വേദനകൾ കിട്ടും. ഓക്കെ, തേർഡ് പാർട്ടി അവരെ ഒന്നുമില്ലെങ്കിൽ ചീറ്റ് ചെയ്യും എന്ന് പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊരു ബാക്ക് സ്റ്റാബിങ് അവർ ഫേസ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, അവർ മനസ്സിലാക്കും നിങ്ങളോട് അവരെന്താണോ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെയാണോ വേദനിപ്പിക്കുന്നത് അതേ വേദന അവർ തിരിച്ചറിയും, അവർ മനസ്സിലാക്കും. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോഴാണ് അവർ പഠിക്കാൻ പോകുന്നത് ദാറ്റ് അവർ ലൈഫിൽ എന്താണ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത്. ആക്ച്വലി തേർഡ് പാർട്ടി കട്ട് ഓഫ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഇവിടെ ഏസ് ഓഫ് സോൾസ് നേരത്തെ ലാസ്റ്റ് വന്നു എന്ന് പറഞ്ഞു, ഇവിടെയും കാണുന്നുണ്ട്. സോ എന്ത് സിറ്റുവേഷൻ ആണോ നിങ്ങളുടെ ഇടയിൽ ഓക്കെ ആ സിറ്റുവേഷൻ കട്ടായി പോകും. ഓക്കെ, ആ ഇപ്പോൾ തേർഡ് പാർട്ടിയാണ്, ഫാമിലിയാണ്, ഈവൻ ഫാമിലി ആണെങ്കിലും ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുത്തിട്ട് പോയതാണെങ്കിലും ശരി, അവിടെ അതായത് നമ്മൾ പറയില്ലേ നിങ്ങളെ സാക്രിഫൈസ് ചെയ്ത് സപ്പോസ് ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ ഫാമിലി പോലും അവരെ മാനിക്കില്ല. ഓക്കെ, അവിടെ അവർ ആ ഒരു കോൺഫ്ലിക്റ്റ് ഫേസ് ചെയ്യും, അവിടെ അവർക്കൊന്നും ഇല്ലാണ്ടായ ഒരു അവസ്ഥ വരും. ഓക്കെ, ഫ്യൂച്ചറിലേക്കുള്ള ഇത് നെക്സ്റ്റ് മന്തിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ചില കാര്യങ്ങൾ മനസ്സിലാക്കും, പഠിക്കും അവർ. ഓക്കെ, കർമ്മ എന്ന് പറയാൻ വേണമെങ്കിൽ. ഓക്കെ, ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ വേറെ എന്ത് തന്നെ കാര്യമായാലും ശരി, സ്പിരിച്വലി അവർക്ക് ചില ലൈക്ക് കർമ്മ കിട്ടുമെന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ അവർ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. വേറെ നിങ്ങൾ തമ്മിൽ ഇടയിൽ എന്താണോ തടസ്സം ആ തടസ്സങ്ങൾ മാറ്റിയിട്ട് അവർ വരും നിങ്ങളുടെ അടുത്തേക്ക്. ഓക്കെ, ആ രീതിക്കാണ് എനിക്ക് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കും എന്നുള്ളത് തന്നെയാണ്. ആൻഡ് അവർ ചില ലെസൺസ് അവർ കിട്ടുകയാണ്. അങ്ങനെ കിട്ടുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് ആരാണ് ശരിക്കും അവരുടെ ലൈഫിൽ വാല്യൂ എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. ആൻഡ് നിങ്ങളെയാണ് ചൂസ് ചെയ്യുന്നവർ. കിങ് ഓഫ് കപ്സ്, ക്വീൻ ഓഫ് കപ്സ്. ഓക്കെ, ആൻഡ് ഹാപ്പി ഫാമിലി. നിങ്ങൾ പരസ്പരം കെയർ ചെയ്യാനും മനസ്സിലാക്കാനും തയ്യാറായിട്ട് ഐ തിങ്ക് നിങ്ങൾ വീണ്ടും ഒന്നിച്ച് വരുന്നതായിട്ടാണ് എനിക്ക് ഇവിടെ കാണുന്നത്. ഹാപ്പി ഫാമിലി എന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്നിക്കും, അങ്ങനെ എടുത്താൽ മതി. ഓക്കെ, നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റിയൂണിയൻ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. ഓക്കെ, ബട്ട് ആ തേർഡ് പാർട്ടിയിൽ നിന്ന് ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സണിന് കുറച്ച് ലെസൺസ് കിട്ടാനുണ്ട്. ഇപ്പം നിങ്ങളെ വിട്ട് മാറിപ്പോയിട്ട് തേർഡ് പാർട്ടി ചൂസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരും, നിങ്ങളെ ചൂസ് ചെയ്യും. ഓക്കെ, ഇത് നമ്മുടെ ഫ്യൂച്ചറിലേക്ക് ഇതാണ് നമുക്ക് കാണുന്നത്. ഓക്കെ, ചില കാര്യങ്ങൾ അവരും പഠിക്കാനുണ്ട്, അവർക്ക് വേദനകൾ ചിലത് പഠിക്കാനുണ്ട്, അവർ മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, അവർക്ക് ലോസസ് വരും, അവർക്ക് ലോസ് സംഭവിക്കും. അതിപ്പോൾ ഇമോഷണലി ആവാം, പിന്നെ ഫൈനാൻഷ്യലി ആവാം. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഓക്കെ അവർക്ക് ചില വേദനകൾ കിട്ടാനുണ്ട്. ആ വേദനകൾ കിട്ടുമ്പോൾ അവർ പഠിക്കും, അവർ മനസ്സിലാക്കും ചില കാര്യങ്ങൾ. ഓക്കെ, ലെറ്റ്സ് സീ.
എന്തായാലും നിങ്ങൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക തൽക്കാലം കേട്ടോ. ഓക്കെ, നമ്മൾ ജസ്റ്റ് റൊമാൻസ് ഏഞ്ചൽസ് ഞാൻ ഗൈഡൻസ് ആയിട്ട് എടുക്കുന്നുണ്ടെന്ന്. വെരി സൂൺ. ഓക്കെ, ഗുഡ്. ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, കോളിങ് ഇൻ യുവർ സോൾമേറ്റ്. വെരി ഗുഡ്. ഓക്കെ, തിരിച്ചു വരും ഒരു ഫൈനാൻസസ് ആൻഡ് കരിയർ. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ ചിലപ്പോൾ റിലീജിയസ് ഫാക്ടേഴ്സ് ഉണ്ടാവാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ ലൈക്ക് മേ ബി വേറെ വേറെ കാസ്റ്റ് ഒക്കെയാണ്, അപ്പോൾ ഫാമിലി എതിർപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവാം. ഓക്കെ, സോ പറ്റുന്നവർക്ക് ലൈക്ക് മാരേജ് ചെയ്യാൻ പറ്റുന്നവർ സിംഗിൾസ് ഒക്കെ ആണെങ്കിൽ മേ ബി നിങ്ങളുടെ ഇടയിൽ റിലീജിയസ് ഫാക്ടർ ആയിരിക്കാം തേർഡ് പാർട്ടി. ഓക്കെ, ആ രീതിക്ക് എടുക്കുക. നിങ്ങൾ ഫാമിലി ആയിരിക്കാം തേർഡ് പാർട്ടി, ലൈക്ക് അവരുടെ പാരൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം, സൊസൈറ്റി റിലീജിയൻ ഒക്കെ ആയിരിക്കാം. ഓക്കെ, ബട്ട് എന്തായാലും ഇവിടെ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഇപ്പോൾ തൽക്കാലം ട്രസ്റ്റ് വെക്കാം, യൂണിവേഴ്സിൽ ട്രസ്റ്റ് വെക്കാം. പേഴ്സന്റെ മേലെ മാത്രമല്ല യൂണിവേഴ്സിൽ ട്രസ്റ്റ് വെക്കാം. ഓക്കെ, ഇത് നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണ്. ഓക്കെ, ഇത് ഈ വ്യക്തി നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണ്. പക്ഷെ സോൾമേറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അവർ വളരെ എപ്പോഴും പെർഫെക്റ്റ് ആവണമെന്നൊന്നുമില്ല. അവരുടെ ഭാഗത്തും മിസ്റ്റേക്സ് വരും അല്ലേ, തേർഡ് പാർട്ടിയിൽ പോകും, അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടാവും. അത് അവരുടെ കർമ്മയാണ്. ഓക്കെ, ആ ലെസൺ അവർ അവിടെ പഠിക്കാനുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അത് പഠിച്ച് അത് അവർ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ ചൂസ് ചെയ്യാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ അവർക്ക് അടി കിട്ടും. ഓക്കെ, ആൻഡ് മേ ബി ഫൈനാൻസിലോ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ആയിരിക്കും. ഞാൻ പറഞ്ഞ അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരും അവരുടെ ലൈഫിൽ. ആ ഇഷ്യൂസ് വരുമ്പോൾ അവർ മനസ്സിലാക്കും ദറ്റ് അവർ ലൈക്ക് ശരിക്കും അവരുടെ സന്തോഷങ്ങൾ എന്തായിരുന്നു, അല്ലെങ്കിൽ തെറ്റ് പറ്റിയത് എന്തൊക്കെയാണെന്നൊക്കെ അവർ മനസ്സിലാക്കും. ഓക്കെ, ആൻഡ് ഇവിടെ ന്യൂ ലവ് എന്ന് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾക്കൊരു പുതിയ പേഴ്സൺ വരാം എന്നാണ് കാണുന്നത്. ബട്ട് എനിക്ക് അതിനേക്കാൾ കൂടുതൽ ഇവിടെ നമ്മുടെ റീഡിങ് വെച്ചിട്ട് എനിക്ക് കണ്ടത് ഈ പേഴ്സൺ തന്നെ തിരിച്ചു വരും. എനിക്ക് ഇവിടെ അവർ ആ ചില ലെസൺസ് പഠിക്കാനുണ്ട്. ഓക്കെ, നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കാം. ആൻഡ് വെരി സൂൺ അവർ വരുമെന്ന് തന്നെയാണ്. എത്രയും വേഗം നമ്മളിപ്പോൾ 1 month ആണ് എടുത്തത്. സോ 1 month തന്നെ അവർ നിങ്ങൾ തൽക്കാലം അങ്ങനെ അവർ വിട്ടുപോയവരെ വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, നിങ്ങളും സമാധാനമായിട്ടിരിക്കാം. കാരണം അവർ ചില ലെസൺസ് പഠിക്കാനുള്ള ഒരു കാര്യമാണ്, അതിന് വിട്ടുകൊടുക്കും. ഓക്കെ, സോ അതൊരു ചെറിയ ക്വിക്ക് റീഡിങ്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സാരമില്ല, ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, തേർഡ് പാർട്ടിയൊക്കെ വന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ കരഞ്ഞ് ഇതാക്കൊന്നും വേണ്ട. അവർ അതൊരു കാർമിക് ടൈമാണ് എന്നെടുത്താൽ മതി. ഓക്കെ, അതിൽ നിന്ന് ചില ലെസൺസ് അവർ കിട്ടും. അത് കിട്ടുമ്പോൾ അവർക്ക് മനസ്സിലാവും നിങ്ങളുടെ വാല്യൂ. ഓക്കെ, സോ എനിവേ ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.